ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ബട്ടറിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ അതിനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ബാർ അൺസോൾട്ടഡ് ബട്ടർ, നമ്മളിപ്പോഴും അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ശരിക്കും 450 ഗ്രാമിൻ്റെ 2 ബാറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിനി നമ്മൾ നന്നായി ഉരുക്കിയെടുക്കണം. ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് കരിഞ്ഞ് ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം നന്നായി ഉരുക്കിയെടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ മേലെ പത വരും. അപ്പോൾ ഈ ബട്ടറിലുള്ള പാലിൻ്റെ അംശമാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അത് പതഞ്ഞ് ശരിക്കും കുറുകി അത് അടിയിൽ പോയി ഡെപ്പോസിറ്റ് ആവണം. അതുവരെ നമ്മളിത് അടുപ്പത്ത് തന്നെ വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കുന്നത്. നമുക്ക് ഈ സൈഡിലൊക്കെ ഈ പാൽപ്പാട ഇങ്ങനെ ഒട്ടി വരും കേട്ടോ. അതെല്ലാം നമ്മൾ തവി കൊണ്ട് മാറ്റി മാറ്റി വിടണം, ഒന്ന് ഇളക്കി വിടണം. അല്ലെങ്കിൽ അത് മാത്രം കരിഞ്ഞ് പെട്ടെന്ന് ഈ നെയ്യിൻ്റെ ടേസ്റ്റും മാറും, കളറും മാറിപ്പോവും. ഇപ്പോൾ കണ്ടോ നമുക്ക് ആ പാടയെല്ലാം അതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് വന്നേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ ആ പാടയെല്ലാം അടിയിൽ പോയി അടിഞ്ഞിട്ടുണ്ട്. ഇനി അത് കരിയാതെ നമ്മൾ പെട്ടെന്ന് എടുക്കണം. ഒരുപാട് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. കണ്ടോ ഇപ്പോൾ എൻ്റെ നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഉണങ്ങിയ ഗ്ലാസ് കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. നമ്മളത് അരിച്ച് ഒഴിച്ചു വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ആ കരടെല്ലാം അതിൻ്റെ അടിയിൽ തന്നെ നിന്നോളും. ഇപ്പോൾ കണ്ടോ ഏകദേശം എനിക്കൊരു 1/2 ലിറ്ററോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. നല്ല കളറാണ്. ഇനി നമുക്കത് തുറന്ന് വെച്ച് ഒന്ന് ആറാൻ വെക്കണം. അല്ലെങ്കിൽ അടച്ചു വെക്കുവാണെങ്കിൽ ആ വാട്ടർ വേപ്പർ പിന്നെ അതിനകത്തോട്ട് വീഴും. അപ്പോൾ കണ്ടോ ഏകദേശം ഞാൻ തുറന്ന് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല കട്ടയായി വന്നിട്ടുണ്ട്. നല്ല കളറുമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.